ഹലോ, അസ്സലാമലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മളൊരു ബിരിയാണിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ഒരു കറിയാണ് കേട്ടോ, ബീഫും കായും. ഞാൻ ആ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ആൾക്കാർ, ഒരു 5-6 ആൾക്കാരൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും കൂടി ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങളിവിടെ കൊള്ളിയും ബീഫും, അതുപോലെ ബീഫും കായ, അതുപോലെ ബീഫും കൂർക്ക അങ്ങനെയൊക്കെ കൂടിയിട്ട് വെക്കാറുണ്ട് കേട്ടോ, ഉരുളൻകിഴങ്ങൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇങ്ങനെ കായ ഇട്ട് വെച്ചാൽ അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളവിടെ ഇതുപോലെ ബീഫും കൂർക്കൊക്കെ വെക്കാറുണ്ടോ, അല്ലെങ്കിൽ കായൊക്കെ ഇട്ടിട്ട് കറി വെക്കാറുണ്ടോ എന്നുള്ളതും കൂടി ഒന്നും കൂടി പറയണേ. അപ്പോൾ ഇനി എങ്ങനെ നമുക്കിത് ഉണ്ടാക്കാൻ നോക്കാമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേന്ത്രക്കായാണ് കേട്ടോ, വലിയ കായ ഉണ്ടല്ലോ. അപ്പോൾ നേന്ത്രക്കായാണ് 2 എടുത്തേക്കുന്നത്. അപ്പോൾ അത് മുറിച്ചിട്ട് വെള്ളമൊഴിച്ച് വെക്കുകയാണ്. അതിൽ കറൊക്കെ ഒന്ന് പോവണമല്ലോ. കുറച്ച് വലുപ്പത്തിൽ തന്നെയാണ് കേട്ടോ മുറിച്ചെടുത്തേക്കുന്നത്, ചെറുതാക്കിയിട്ടല്ല, കുറച്ച് വലുതാക്കിയിട്ട് മുറിച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ച് വെച്ചേക്കുകയാണ്. വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇടാം കേട്ടോ, കറ പോകാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ചതച്ചെടുക്കുകയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഗരം മസാലയുടെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക, അതുപോലെ പെരിഞ്ജീരകം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഞാൻ ഒരുമിച്ച് ചതച്ചെടുക്കുകയും ചെയ്യുക. എനിക്കിങ്ങനെ ബീഫ് കറി ആയാലും ചിക്കൻ ആയാലും ബിരിയാണി ആയാലും ഒക്കെ ഇങ്ങനെ ചതച്ചിടുന്നതാണ് ഇഷ്ടം. ഇങ്ങനെ എല്ലാം കൂടി ചതച്ചിട്ട് ആ ഒരു കറി വെക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. എനിക്ക് അത് കാരണം ഗരം മസാലപ്പൊടി അത്യാവശ്യത്തിന് മാത്രമേ ഞാൻ ഇടാറുള്ളൂ. ഇങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ചതച്ചെടുക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ ആ വഴറ്റുന്ന സമയത്ത് നല്ലൊരു മണം കിട്ടും. പിന്നെ ഇതാ ബീഫ് എടുത്തേക്കുന്ന കുറച്ച് നെയ്യ് കൊടുക്കാനാണ് കേട്ടോ, കായ ഇട്ടിട്ട് വെക്കുകയാണല്ലോ. അപ്പോൾ നെയ്യ് കൊടുക്കാൻ വെച്ചാലാണ് ആ ഒരു കറിയുടെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. നെയ്യ് നല്ലതല്ലാന്ന് എനിക്കറിയാം, പക്ഷേ ബീഫൊക്കെ കഴിക്കണമെങ്കിൽ ആ നെയ്യും കൂടി കൂട്ടണം. അപ്പോൾ ഇത് എപ്പോഴും ഒന്നും നമ്മൾ നെയ്യ് എടുക്കില്ല കേട്ടോ, ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമാണ് നെയ്യ് എടുക്കുള്ളൂ. അപ്പോൾ ഒരു 1/2 കിലോ ബീഫുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 2 സബോള കേട്ടോ, ഇടത്തരം സബോളാണ്, വലുതൊന്നല്ല. കൂടുതൽ സബോള ഇടേണ്ട, മതിരിക്കും. പിന്നെ അത് 2 തക്കാളി. ഇനി നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഗരം മസാല, ഇതെല്ലാം കൂടിയിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ ചതച്ച് വെച്ചത്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി. അപ്പോൾ ഞാനൊരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, അപ്പോൾ അതിട്ട് കൊടുത്തു. മല്ലിപ്പൊടി ഒരു 2.5 ടീസ്പൂൺ കേട്ടോ, ഒരു വലിയ സ്പൂണിൽ 2.5 എടുത്തിട്ടുണ്ട്. പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇപ്പോൾ ചെറിയൊരു മൂക്കടപ്പുണ്ട്, അതാണ് സൗണ്ടിൽ കുറച്ച് വ്യത്യാസം, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ ഉലുവ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ഉലുവ എടുത്തിട്ട് ഞാൻ കഴുകിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവയും കൂടി ഇട്ട് കൊടുക്കണം, എന്നാലാണ് നല്ലൊരു മണം, നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടും കേട്ടോ ബീഫിലേക്ക് ഇട്ട് കൊടുത്താൽ. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇത് നമുക്ക് തിരുമ്മി എടുക്കണം. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ എടുക്കണം കേട്ടോ, സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടൊക്കെ നമ്മൾ ഇളക്കിയെടുത്താലൊന്നും ഈ ഒരു നാടൻ ടേസ്റ്റ് കിട്ടില്ല. ഇതെല്ലാം കൂടി മസാല ആ ബീഫിലേക്ക് പിടിക്കണം. നമ്മുടെ വീട്ടുകാർക്ക് ഉണ്ടാക്കണമല്ലേ, നമ്മൾ കൈയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് കുഴക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, കൈ വെച്ച് കുഴച്ചെടുത്തിട്ട് ഉണ്ടാക്കി എന്നുള്ളത്. അങ്ങനെ കുഴപ്പമുള്ളവരൊക്കെ ആണെങ്കിൽ കയ്യിൽ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടൊക്കെ ഒന്ന് ഇളക്കിയെടുത്തോളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, അത് കാരണം കൈ വെച്ചിട്ട് തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും, അത് കാരണം കുറേ വെള്ളമൊന്നും വേണ്ട, കുറച്ച് മതി. ഇനി ഒന്നും കൂടി കൈ വെച്ചിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇലയുടെ കൂടെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും നമുക്ക് അടച്ച് വെക്കാം, ഇനി ഇളക്കൊന്നും വേണ്ട കേട്ടോ. നന്നായി അടച്ച് വെച്ചിട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കുക. അപ്പോൾ ഞാനിത് ഇപ്പോൾ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഉമ്മൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ മൺകലത്തിൽ, മൺചട്ടിയിലൊക്കെ അടുപ്പിലാണ് വെക്കുക. ആ ഒരു ടേസ്റ്റ് ഒന്നും നമ്മൾ വെച്ചാൽ കിട്ടാറില്ല കേട്ടോ. കുക്കർ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 4-5 വിസിൽ മതി. അതിൻ്റെ ശേഷമാണ് നമ്മൾ കായ ഇട്ട് കൊടുക്കുക. അപ്പോൾ കായ ഇട്ട് കൊടുത്തിട്ടില്ല. ഇതൊരു 5 വിസിലൊക്കെ ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നന്നായി ഇളക്കി നോക്കുക. ഇനി ഉപ്പിൻ്റെ ഒക്കെ കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് കായ ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടുതലായാൽ ആ കായയിൽക്കും കൂടി ഉള്ളത് പിടിക്കും. അപ്പോൾ എല്ലാം പാകമായിരുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ. അപ്പോൾ നമ്മൾ മുന്നേ കായ ഇട്ട് കൊടുക്കാത്തത്, കായ ഇട്ട് കൊടുത്ത് ഇത്രയും നേരം വിസിലടിക്കുമ്പോൾ അതിങ്ങനെ കലങ്ങി പോവുമല്ലോ, വെന്ത് കലങ്ങി പോവും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരൊറ്റ വിസിലടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഞാൻ കായ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കറ പോവുകയും ചെയ്യും. പിന്നെ തൊലി കൊടുക്കാനാണ് കേട്ടോ. അതിൻ്റെ തൊലി ഒന്ന് വെറുതെ ചീന്തി എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. തൊലി ഇങ്ങനെ നമ്മൾ കുറുക്ക് കാളനൊക്കെ ഉണ്ടാക്കുമ്പോൾ കളയില്ല, അതുപോലെ ഒന്നും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ആ ഒരു മേലത്തെ തൊലി ഇങ്ങനെ ചീന്തി എടുക്കുമല്ലോ, അപ്പോൾ അതുപോലെയാണ് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു വിസിലടിച്ച് കായും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് സാധനങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാം കൂടി കുഴച്ചുണ്ടാക്കുമ്പോൾ വഴറ്റേണ്ട ഒരു സമയം പോവില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ. ഇനി ഇതിലേക്കൊരു വറവിടണം. നമുക്ക് ഒന്ന് ഉള്ളി കാച്ചിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറുള്ളിയാണ് കേട്ടോ, വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ചെറുള്ളി, കുറച്ചധികം കറിവേപ്പിൻ്റെ ഇല. ഇനിയിപ്പോൾ നമ്മൾ മുന്നേ ഉലുവടാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഉലുവട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ ഉലുവട്ട കാരണം ഈ ഒരു സമയത്ത് ഉലുവട്ട് കൊടുക്കണില്ല. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നോട്ടെ. അപ്പോൾ ഉള്ളിയൊക്കെ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു മണം തരും നമ്മുടെ ബീഫ് കറിക്ക്.
ലാസ്റ്റ് ഇങ്ങനെ നമ്മൾ കാച്ചി ഒഴിക്കില്ല ആ ഒരു സമയത്തേക്ക്. അപ്പോൾ ഇനി ഇതിലേക്ക് തന്നെ ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിൽ കൊള്ളുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. പക്ഷേ ഇതിൽ കൊണ്ടിട്ട് നമുക്ക് കണ്ട് ഇളക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇനി പാത്രം മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ വെച്ചിട്ട് തന്നെ കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുക, ആ ഒരു ഉള്ളിയുടെ എല്ലാ കൂട്ടും ഇതിലേക്ക് എത്തണ വരെ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ബീഫ് കറി ഉണ്ടാക്കിയെടുക്കും, ബീഫും കായയും കൂടിയിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് കൊള്ളി വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ, കപ്പ വെച്ചിട്ട്. അതും ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഇതിലും ഇഷ്ടം കപ്പ വെച്ചിട്ടുള്ളതാണ്. ഉമ്മാക്ക് കായയാണ് ഇഷ്ടം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. ഇതിൽ നിന്ന് ആ കായയുടെ കഷ്ണമൊക്കെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ബീഫ് കഴിക്കണ പോലെ തന്നെയാണ് ആ ഒരു മസാല എല്ലാം അതിലേക്ക് പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും എന്നോട് ഒന്ന് പറയണേ. അപ്പോൾ അതുപോലെ നിങ്ങളിത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പറയണേ. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇത് ഞാൻ വിരിഞ്ചി ചോറിലേക്ക് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് കാണാത്തവർ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ അതും ഇതും കൂടിയിട്ട് നല്ല രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് പോയി നോക്കി നോക്കുക, എന്നിട്ട് ഉണ്ടാക്കിയിട്ട് എന്നോട് ഒന്ന് പറയണേ. അപ്പോൾ ഇതാണ് കേട്ടോ ബീഫ് കറിയും വിരിഞ്ചി ചോറും. അപ്പോൾ കഴിക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക. നമുക്ക് എല്ലാ രുചികളും അറിയണ്ടേ. എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവും, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.